യൂട്രസിനുള്ളിലെ ഏറ്റവും ഉള്ളിലെ അറയാണ് എൻഡോമെട്രിയം. അപ്പോൾ നമുക്ക് 2 ഹോർമോണാണ് സ്ത്രീകൾക്കുണ്ടാകുന്നത്. ഒന്ന് ഈസ്ട്രജൻ, 2 ഓവുലേഷൻ ആയ ശേഷം പ്രൊജസ്ട്രോൺ ഉണ്ടാകും. അപ്പോൾ ഈ 2 ഹോർമോൺ വന്നു കഴിയുമ്പോൾ ഓവുലേഷൻ ആയി കഴിയുമ്പോൾ ഒന്നുകിൽ പ്രഗ്നൻസി ആവും. പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ പീരീഡ് വരത്തില്ല. ഓക്കെ, പ്രഗ്നൻസി ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നിന്ന് കഴിയുമ്പോൾ പീരീഡ് വരും. പീരീഡ് വരുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ നമ്മുടെ യൂട്രസിലെ ഏറ്റവും ഉള്ളിലെ അറയുണ്ട്, അത് പുറത്തോട്ട് വരും. പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ യൂട്രസ് ചുരുങ്ങാൻ തുടങ്ങും. ഈ ചുരുങ്ങുന്നതാണ് ശരിക്കും ബ്ലീഡിങ് നിർത്തുന്നത്. അപ്പോൾ ഈ യൂട്രസിന് ചുരുങ്ങാൻ കഴിവ് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള ഈ അഡിനോമൈസിസ് എന്ന് പറയും, കട്ടിക്കൂടുതലുണ്ടെങ്കിൽ യൂട്രസിന് ചുരുങ്ങാനുള്ള കഴിവ് കിട്ടത്തില്ല. മുഴയുണ്ടെങ്കിലും ആ മുഴയുള്ള ഭാഗത്ത് യൂട്രസിന് ചുരുങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ മുഴയുള്ള ഭാഗത്ത് ബ്ലീഡിങ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഈ 2 റീസൺ കൊണ്ട് ബ്ലീഡിങ് കൂടുതലുണ്ടാവും. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ ചിലവർക്ക് എന്തൊരു പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പെയിനെ കാണത്തുള്ളൂ. ഇത് യൂട്രസ് കണ്ടാക്ട് ചെയ്ത് സാധനം പുറത്തു പോകും, ഒരു പെയിനും ഇല്ല. ഒരു ദിവസം ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ഉണ്ട്. ചിലർ പറയും ഒരു മാസ് പോലെ പോയെന്ന് പറയും. അത് എൻഡോമെട്രിയം മൊത്തത്തിൽ പൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പ്രഗ്നൻസി പോയതുപോലെ തോന്നും. പക്ഷേ അത് പ്രഗ്നൻസി അല്ല, എൻഡോമെട്രിയം മൊത്തത്തിൽ ഒരൊറ്റ പീസായിട്ട് ചിലപ്പോൾ പൊഴിഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ളവർക്ക് പെട്ടെന്ന് ഒരു ചെറിയൊരു ക്രാമ്പി പെയിൻ നിന്ന് മാറും. ഈ കട്ടി കൂടുതലുള്ളവർക്കാണ് കൂടുതൽ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. കട്ടി കൂടുതൽ ഏജ് കൂടുമ്പോൾ ഉണ്ടാവും, 1-2 പ്രസവം കഴിയുമ്പോൾ കട്ടി കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ 2-3 ആൾക്കാർക്കാണ് ഈ വേദനയും ബുദ്ധിമുട്ട് വരുന്നത്. അല്ലാത്തവർക്ക് അത്രയും വേദന വരത്തില്ല.